ശാരീരികവും മാനസികവുമായ ഉയർന്ന വെല്ലുവിളികൾ നേരിടുന്ന ഒരു സമയമാണ് കൊമ്പൻ ആനകളുടെ നീരൊലിപ്പ് കാലം അല്ലെ ബന്ധാവസ്ഥ. രക്തത്തിലെ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ അളവ് കൂടുതലാണ് ഇതിനൊരു കാരണം. ഇപ്പം ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ശാരീരികവും മാനസികവുമായിട്ടുള്ള കാരണങ്ങളെ കൺട്രോൾ ചെയ്യുന്ന കുറേ ഹോർമോൺസും കുറേ ഗ്ലാൻഡുകളും മനുഷ്യ ശരീരത്തിലും മൃഗങ്ങളുടെ ശരീരത്തിലുണ്ട്. അതിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗ്ലാൻഡാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ബോഡി ഗ്രോത്ത്, ബോഡി സ്ട്രെങ്ത്, തൈറോയ്ഡ് സ്റ്റിമുലേഷൻ, മെറ്റാബോളിസത്തിൻ്റെ കൺട്രോൾ, ഇവയെല്ലാം ഈ ഒരു ഗ്ലാൻഡാണ് നടപ്പിലാകുന്നത്. അതുപോലെ ഹോർമോൺസിനെ രക്തത്തിൽ അലിയിച്ച് ധാരാളം നാളീ കോശങ്ങൾ അടങ്ങിയ ന്യൂക്ലിയൻസ് എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ മർമ്മങ്ങൾ എന്ന് വിളിക്കുന്ന വളരെ ഉയർന്ന തസ്തികയിൽ നിൽക്കുന്ന മറ്റൊരു ഗ്ലാൻഡാണ് ഹൈപ്പോ തലാമസ്. നമ്മുടെ മാനസിക നിലയെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ വൈകാരികപരമായ കാരണങ്ങളെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ സ്വഭാവം, നമ്മുടെ ദേഷ്യം, സങ്കടം, സ്നേഹം, ഇവയെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്ലാൻഡാണ് ഹൈപ്പോ തലാമസ്. അതോടൊപ്പം തന്നെ ലൈംഗിക അവയവങ്ങളുടെ ഉൽപ്പാദനം നിയന്ത്രിക്കുന്ന ട്രോഫിക് ഹോർമോൺ അല്ലെങ്കിൽ ഗോണോട്രോഫിക് ഹോർമോൺ എന്ന സ്രവം, ഇങ്ങനെ കുറേ ആൾക്കാരെല്ലാവരും കൂടിയാണ് ഇതിൻ്റെ കുതിച്ചുകയറ്റം നിയന്ത്രിക്കുന്നതും ഇതിനെ ശാന്ത സ്വഭാവമാക്കുന്നു. വൈകാരികപരമായ കാരണങ്ങളെല്ലാം ഈ മൂന്നാല് പേര് കൂടിയാണ് ശരീരത്തിൽ നടപ്പിലാകുന്നത്. ഈ ഒരു അവസ്ഥയിൽ ആളുകളുടെ ശരീരത്തിൽ ചൂട് കൂടുകയും ഇതിൻ്റെ കണ്ണക്കുഴി അല്ലെങ്കിൽ ചെല്ലിക്കുഴി എന്ന് പറയുന്ന ചെവിക്കും കണ്ണിനും ഇടയിലുള്ള ഭാഗത്ത് മദഗ്രന്ഥിയുടെ സുഷിരം തുറക്കുകയും അതുവഴി മദനജലം പുറത്തേക്ക് വീഴുകയും ചെയ്യുന്നു. അതാണ് ബന്ധാവസ്ഥക്കാലം. 40 ദിവസങ്ങൾക്ക് മുമ്പേ ഇതിൻ്റെ ചേഷ്ടകൾ നമ്മൾക്ക് ആളുകളെ കണ്ടുവരും. 120 ദിവസം വരെയെങ്കിലും ഇത് നീണ്ടു നിൽക്കുകയും ചെയ്യും. ഈ മദപ്പാട് കാലത്ത് ഈ ആളുകളെ നമ്മൾ വളരെ സൂക്ഷ്മതയോട് നിരീക്ഷിച്ചാലറിയാം, ഇതിൻ്റെ തുമ്പി കൈകൊണ്ട് സാധാരണ ഏഷ്യൻ ആളുകൾക്ക് ആ തുമ്പിയുടെ അറ്റത്ത് ഒരു ഫിംഗറും ആഫ്രിക്കൻ ആളുകൾക്ക് 2 ഫിംഗറുമാണ്. അപ്പോൾ ഈ ഫിംഗർ കൊണ്ട് ആനയുടെ ആ ചെല്ലിക്കുത്തിൻ്റെ ഈ ഭാഗത്ത് ആന തന്നെ ഇങ്ങനെ ഉരയ്ക്കുന്ന കാണും തുമ്പിക്കായിട്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, കുറേ നേരം ഇങ്ങനെ സ്ഥിരമായിട്ട് കുറേ ദിവസങ്ങൾ ഉരച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് മനസ്സിലാക്കാം ഇത് എന്തുവാണ് മദപ്പാട് സമയമായ ആനയ്ക്ക്. അത് കാണാൻ നമുക്കതിനെ തളയ്ക്കാം. അതിൽ നാട്ടി വളർത്തുന്ന ആനയ്ക്കേ പറ്റുള്ളൂ കേട്ടോ. ഇതാണ് മദാവസ്ഥ എന്ന് പറയുന്നതിലേക്ക് വരുന്നൊരു കാലഘട്ടം. കാട്ടിലാണെങ്കിൽ സാധാരണ ലെവലിലൊരു കൊമ്പനാന ഒരു എക്സാമ്പിളാണ് കേട്ടോ. 50 സ്ക്വയർ കിലോമീറ്റർ വിഹരിക്കുകയാണെങ്കിൽ അവൻ്റെ വിഹര പ്രദേശം ഒരു 50 സ്ക്വയർ കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ മദാവസ്ഥ ഉള്ള ആ സമയം മദപ്പാട് കാലത്ത് ഇവിടെ ഇതിൻ്റെ ഏറിയ ഒരു നല്ല വിസ്താരം കൂടും. ഞാൻ പണ്ട് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ആളുകൾ ചെറിയ ശബ്ദവീഴ്ചകൾ കൊണ്ടും ഉയർന്ന അലർച്ച കൊണ്ടും കമ്മ്യൂണിക്കേഷൻ നടത്താറുണ്ട്. അപ്പോൾ ഇതിൽ മദപ്പാട് കാലമാണ് എന്ന് മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാകും, അതായത് ഫീമെയിൽ അടങ്ങിയ മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഇതിൻ്റെ അടുത്തേക്ക് ഈ കൂട്ടം അടുക്കില്ല. കാര്യം എന്താണ്, ഇത് ആക്രമണ വാസന നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. അത് തന്നെയുമല്ല, ഇവൻ ലൈംഗികപരമായിട്ട് ഈ പിടിയാനകളോട് കൂടുതൽ അടുക്കുകയും ചെയ്യും. ഇത് മനസ്സിലാക്കി ഈ ആനക്കൂട്ടം അവിടുന്ന് സുരക്ഷിതമായ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറി പോവുകയും ചെയ്യാറുണ്ട്. ഇതാണ് കാട്ടിൽ നടക്കുന്ന രീതി. നമുക്കതിനെ ഒബ്സർവ് ചെയ്യാൻ ചില ബുദ്ധിമുട്ടാണ്. ഈ സമയത്ത് നമുക്ക് കാട്ടിൽ ഇതിൻ്റെ അടുത്ത് ചെല്ലാൻ പാടില്ല, നമ്മളെ അറ്റാക്ക് ചെയ്യും. അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നാട്ടിൽ ചട്ടം പഠിപ്പിച്ച് വളർത്തുന്ന ആളുകളാണെങ്കിൽ ചങ്ങലക്കിട്ടിരിക്കുക, നമുക്കൊരു നിശ്ചിത അകലം പാലിച്ച് ഈ ചേഷ്ടകളൊക്കെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ സമയത്ത് ആനകളുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇത് വെള്ളം കുടിക്കില്ല, ആഹാരം എടുക്കത്തില്ല, അതിൻ്റെ കണ എപ്പോഴും പുറത്തിട്ടിരിക്കും. കണ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൈംഗിക അവയവമാണ്. ഇത് പുറത്തിട്ടിരിക്കും, അതിൻ്റെ തുടരെ മൂത്രം ഒഴിച്ചിട്ടിരിക്കും. അതിൻ്റെ കാരണം ഈ ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്ന ഹോർമോൺ അവൻ്റെ ഈ കണ്ണനാളി ഇവിടെ നിന്നുള്ള മദഗ്രന്ഥിയിൽ നിന്ന് മാത്രമല്ല പോകേണ്ടത്, അവൻ്റെ മൂത്രത്തിൽ കൂടെയും പുറത്തു പോകണം. അതുകൊണ്ടാണ് കണ്ണ് പുറത്തിട്ട് അവൻ ഏതൊരു മൂത്രം ഒഴിച്ചിട്ടിരിക്കുന്നത്. അത് തന്നെയല്ല, ഇവൻ്റെ കണ്ണ് കലകിയിരിക്കും.
മുമ്പോട്ട് ആഞ്ഞു നിന്ന് അവൻ വളരെ ദേഷ്യത്തോടെ എല്ലാവരെയും ആക്രമിക്കണം എന്നുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും ഈ ആനയ്ക്ക് ഈ സമയത്ത്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് വെള്ളത്തെ വളരെ ആശ്രയിക്കുന്ന, അല്ലെങ്കിൽ തണുപ്പിനോട് വളരെ ആശ്രയിക്കുന്ന ഈ ആനയുടെ ദേഹത്ത് ഓസിറ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ 120 ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 120 ദിവസം 130 ദിവസമൊക്കെ എടുക്കും ആനകൾ. ഇത് കഴിയുമ്പം ഇല്ല തറ മാറ്റി കെട്ടുക, അഴിച്ച് കെട്ടുക എന്നൊക്കെ പറഞ്ഞൊരു വിളിപ്പേരുണ്ട്. അതൊക്കെ ആന പാപ്പന്മാരുടെ ഒരു ജോലികളാണ്. അങ്ങനെ പോകുന്ന പഴയ അവസ്ഥയിലേക്ക് മാറിക്കഴിയുമ്പോഴാണ് ഇവൻ ഫ്രീ ആവുള്ളൂ, ഇവനെ എഴുന്നള്ളിപ്പിലോ മറ്റുള്ള ഇവൻ്റെ ആക്ടിവിറ്റീസിലൊക്കെ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ഇതാണ് മതാവസ്ഥയുടെ ഒരു രീതി. കുറേ ആൾക്കാർക്ക് മതാവസ്ഥയിൽ നിൽക്കുന്ന കൊമ്പനെ കാണാനൊക്കെ വളരെ ആഗ്രഹമാണ്. എങ്ങാനും ഇവൻ അവിടുന്ന് കെട്ടുപൊടിച്ച് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ കാട്ടിൽ കയറി ഇതിന് മുമ്പിൽ അകപ്പെട്ട് പോയി കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്. ഞങ്ങളൊക്കെ കാട്ടിലൊക്കെ കയറുമ്പോഴത്തേന് ഇങ്ങനെയുള്ള മൃഗങ്ങളെ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ കൺസർവേഷനോ ആയിട്ടല്ല കൂടുതൽ യാത്രകൾ. ഓരോ ജീവജാലങ്ങളെ കാണുകയും അവരുടെ ചേഷ്ടകൾ മനസ്സിലാക്കുകയും അവരുടെ സ്വഭാവത്തെ മനസ്സിലാക്കുകയും ഒക്കെയാണ് ഞങ്ങൾ കണ്ട് പഠിക്കാറുള്ളത്. അങ്ങനെ പഠിച്ചിട്ടാണ് ഞങ്ങൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നതും ക്ലാസ്സുകൾ എടുക്കുന്നതുമെല്ലാം. ഞാൻ ഇന്നിപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികളെല്ലാം വഴിതെറ്റിപ്പോകാനായിട്ട് വളരെ സാധ്യതയുള്ള കാലഘട്ടമാണ്. മയക്കുമരുന്നിൻ്റെയും MDMAയുടെയും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ചീത്ത കൂട്ടുകെട്ടുകളിൽ പോകാനായിട്ട് വളരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രകൃതിയെ അറിഞ്ഞ് കുട്ടികളെ ജീവിക്കാനായിട്ട് പഠിക്കുക. നമ്മുടെ മാതാപിതാക്കൾ ഈ കുട്ടികളെ നമ്മളെ മുറ്റത്തിറക്കുകയോ അടുത്തുള്ള പറമ്പിൽ കൊണ്ടുപോവുകയോ ആ പറമ്പിലുള്ള ജീവജാലങ്ങളെ, പറവകളുണ്ട്, തുമ്പികളുണ്ട്, ചെറിയ തവളകളുണ്ട്, ചെറിയ പ്രാണികളുണ്ട്, ഇങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങളുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുകയും, പണ്ടൊക്കെ നമ്മൾ മുത്തശ്ശിക്കഥ പറയുന്ന പോലെ ഈ കുട്ടികൾക്ക് ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുമ്പോൾ കുട്ടികളുടെ മനസ്സിലേക്ക് ഇത് കയറി വരും. ആവശ്യമില്ലാത്ത കാരണങ്ങളൊന്നും മയക്കുമരുന്നിൻ്റെയും കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും പുറകെയൊന്നും കുട്ടികൾ പോവില്ല. നമ്മൾ പ്രകൃതിയിലേക്ക് ഇറക്കുക കുട്ടികൾ അറിയുക പ്രകൃതി എന്താണെന്നുള്ളത്. പ്രകൃതി ഇല്ലെങ്കിൽ മനുഷ്യനുമില്ല. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ കുട്ടികളെ പഠിപ്പിക്കാം. ഒന്നും വേണ്ട, ഇങ്ങനെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ ഇറക്കിയാൽ മതി. എന്തെല്ലാം കാരണങ്ങളുണ്ട് നമുക്ക് അവിടെ കാണാനായിട്ട്, എന്തെല്ലാം കാരണങ്ങളുണ്ട് പഠിക്കാനായിട്ട്. നേച്ചറിസ്റ്റ് ആകാനോ അല്ലെങ്കിൽ പ്രകൃതിയുടെ കൂടെ ഇറങ്ങി ജീവിക്കാനൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ പ്രകൃതി ഇല്ലാതെ പറ്റില്ല. പ്രകൃതിയിലെ ജീവജാലങ്ങൾ നമ്മൾ അറിഞ്ഞു വേണം ജീവിക്കാൻ. അതുകൊണ്ട് നമ്മൾ മാതാപിതാക്കൾ ഈ കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരണം. പ്രകൃതിയെ അറിഞ്ഞ് ജീവിക്കാൻ, അല്ലെ മൊബൈലിൽ നോക്കിയിരിക്കാനോ TV കണ്ടുകൊണ്ടിരിക്കാനോ ഒന്നും ഞാൻ തെറ്റ് പറയുന്നില്ല. പക്ഷേ പ്രകൃതിയെ കൂടെ കുട്ടികളെ അറിഞ്ഞ് ജീവിക്കും. ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു പൂച്ചയെ കണ്ടാൽ മതി. ഉറങ്ങിക്കിടക്കുന്ന പൂച്ച, അവൻ ആ സമയത്ത് കാണിക്കുന്ന എന്തെല്ലാം ചേഷ്ടകളുണ്ട് അല്ലേ. ഒരു കുഞ്ഞു പൂച്ചക്കുട്ടി കളിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ എന്തെല്ലാം ചേഷ്ടകൾ കാണാൻ പറ്റും. അതിൻ്റെ ശരീരത്തിൻ്റെ വഴക്കങ്ങൾ, അതിൻ്റെ സ്വഭാവങ്ങൾ, കളി, ചിരി, ദേഷ്യം, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അത് കാരണം നല്ലൊരു ഭാവിയുള്ള തലമുറ നമുക്കുണ്ടാവട്ടെ. നമ്മുടെ കുട്ടികളെല്ലാവരും വളരെ മിടുക്കന്മാരും മിടുക്കുകളുമാണ്. വഴിതെറ്റിപ്പോകാതെ എല്ലാ കുട്ടികളും നല്ലൊരു ഭാവി ഉണ്ടാക്കി, നല്ലൊരു തലമുറ ഉണ്ടാക്കി മുമ്പോട്ട് നല്ല രീതിയിൽ ജീവിച്ചു വരാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഒപ്പം പ്രകൃതിയെ അറിഞ്ഞും പ്രകൃതിയിലുള്ള ജീവജാലങ്ങളെ അറിഞ്ഞും വളരാൻ സഹായിക്കണം. നമ്മുടെ എല്ലാ പേരൻസും അതിന് മുൻകൈ എടുക്കുകയാണെങ്കിൽ കുട്ടികൾ വഴിതെറ്റി പോവില്ല. ഞങ്ങൾ ക്ലാസ് എടുക്കാൻ പോകുന്ന പ്രധാന കാര്യം ഇതുകൊണ്ടാണ്. ഞങ്ങൾ ഒത്തിരി നേച്ചറിസ്റ്റുകളുണ്ട്. ഞാൻ നേച്ചറിസ്റ്റ് അല്ല, ഞാൻ കൺസർവേഷൻ ചെയ്യുന്ന ആളാണ്. ഇഷ്ടംപോലെ നേച്ചർ കോഴ്സുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് അങ്ങനെ വല്ലതും പോകണമെങ്കിൽ അതിന് പോകാം. +2 കഴിഞ്ഞിട്ടൊക്കെ പോകാം. അതൊക്കെ നല്ല കാര്യമാണ്. പ്രകൃതി അറിഞ്ഞ് ജീവിക്കാനായിട്ട് ഓരോ പേരൻസ് കുട്ടികളെ നിർബന്ധിപ്പിക്കുക. കുട്ടികൾ നല്ല ജീവിതം കുട്ടികൾക്ക് ഉണ്ടാവട്ടെ.